السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, സർഗവസന്തം പെയ്തിറങ്ങുന്ന ഈ ധന്യമായ വേദിയിൽ സഹജീവി സ്നേഹത്തിന്റെ ഇസ്ലാം മാതൃക എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിരുകളില്ലാതെ പ്രോത്സാഹനം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. തൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചിട്ടപ്പെടുത്തി തന്നതായ ഇസ്ലാം. ആ ഇസ്ലാമിൽ ഒരു സഹജീവിയോട് എങ്ങനെ പെരുമാറണമെന്ന്, അവരോട് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വിശന്ന് വലഞ്ഞു വരുന്നവരെ ഊട്ടിയും പട്ടിണി പാവങ്ങളുടെ പരിഭവങ്ങളാറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നമുക്ക് ഒരു സഹജീവിയോട് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നു. മനുഷ്യസ്നേഹത്തിന്റെ മഹത്തായ പാഠങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം പിന്നെ എന്തിനെ ജീവിക്കണം? പിന്നെ ഞാൻ എന്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിയാവണം? വിശാലമായ മാനുഷിക പരിഗണനകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിലും ഏതൊരു ഭരണത്തിലും തനിക്ക് മുന്നോട്ടുള്ള ഗമനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ. അതല്ലേ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയുടെ ഇരുട്ടിൽ മലരാരണ്യങ്ങളിലൂടെ നടന്നു നീങ്ങിയത് ആ മണൽത്തരികളുടെ ചൂടിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയല്ല, പകരം താൻ ഇവിടെ ഭരിച്ചിരിക്കുന്ന കാലത്ത്, തന്റെ ഭരണം ഈ നാട്ടിൽ നടക്കുന്ന കാലത്തോളം ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, ആരെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടോ എന്ന കാര്യം അറിയാനാണ്. ശേഷം അവർക്കുള്ള സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് അന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നടന്നത്. ഇതിൽ നിന്നും ഒരു ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ചെറിയൊരു ഉത്തരവാദിത്തമല്ല എന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്നത്. പ്രബോധന പ്രവർത്തനങ്ങൾ എന്നുള്ളത് തന്റെ വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, പകരം അത് സഹജീവി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അത് കുത്തിവെക്കേണ്ട ഒന്നുമാണ്. കേരളത്തിലെ ഇസ്ലാമിക ബഹുജന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതാണോ നിങ്ങളുടെ പ്രസ്ഥാനം ചെയ്യുന്ന പ്രവർത്തനം എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തേക്കൊന്ന് നോക്കൂ, അവരുടെ സ്വഹാബിമാരുടെ കാലത്തേക്കൊന്ന് നോക്കൂ. അവിടെ നിങ്ങൾക്ക് നിരവധി സഹജീവി മാതൃകാ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനെ കേരളീയർക്കിടയിൽ വളർത്തിക്കൊണ്ടുവരാൻ ആദ്യകാലത്ത് മുതൽ തന്നെ ഇസ്ലാമിന്റെ മതപണ്ഡിതന്മാർ നന്നായി ശ്രദ്ധ പുലർത്തി. അന്ന് അവർ ലാഭേച്ഛകളില്ലാതെ ചെയ്ത ഈ പ്രവർത്തനം തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കേരളത്തിലെ ഓരോ സഹജീവി സ്നേഹ പ്രവർത്തനങ്ങൾക്കും കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയും. സഹജീവികളെ തന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കൂ. വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.